ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കറ്റാർവാഴ നടുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നല്ല രീതിയിൽ കറ്റാർവാഴ തഴച്ചു വളരാനും അതിനുള്ള വളപ്രയോഗമാണ് കേട്ടോ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും വീട്ടിൽ ഒരു കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് പല ഉപയോഗങ്ങളാണ് നമുക്ക് കറ്റാർവാഴ കൊണ്ടുള്ളത്. അതായത് മുടിയുടെയും മുഖസൗന്ദര്യത്തിനെയും അതുപോലെ തന്നെ പൊള്ളൽ പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. അപ്പം ഇത് ഞാൻ ഒറ്റ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കറ്റാർവാഴ തൈകൾ നമ്മൾ പിടിപ്പിച്ചാണ് ഇത്രയും കറ്റാർവാഴ എനിക്ക് കിട്ടിയത്. അപ്പം അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ തൈകൾ പൊട്ടിമുളപ്പിക്കുന്നതെന്നും അതുപോലെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല വണ്ണം വെക്കാനും പിന്നെ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാതെ ആർക്കും അനായാസം എങ്ങനെയാണ് നമുക്ക് ഈ കറ്റാർവാഴ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെ നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ പേപ്പറിൻ്റെ കഷ്ണങ്ങളോ നോട്ട്ബുക്കിൻ്റെയൊക്കെ പഴയ നമ്മൾ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന പേപ്പറുകളോ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ, അതായത് ഇതിൻ്റെ അകത്ത് എണ്ണമെഴുക്കധികം പാടില്ല, അങ്ങനെയുള്ള ഇല്ലാത്ത ഇതേപോലുള്ള പേപ്പറുകൾ ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ടൊക്കെ ഇതേപോലെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പോട്ടിൻ്റെ ഏത് പോട്ടോ ഗ്രോ ബാഗ് എന്തോ ആയിക്കോട്ടെ അതിൻ്റെ അടിഭാഗത്തോട്ട് ഇതേപോലെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുക, ഏറ്റവും അടിഭാഗത്ത് കേട്ടോ. അതിനുശേഷം അപ്പോൾ നമ്മൾ പോട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം നന്നായിട്ട് പോകുന്ന ഒരു പോട്ടായിരിക്കണം. കാരണം ഒരു കാരണവശാലും നമ്മൾ കറ്റാർവാഴ നടുമ്പം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ അടിച്ചു വാരിയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന കുറച്ച് കരികില എടുക്കുക. ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ശീമക്കൊന്നയുടെ ഇലയും അതുപോലെ പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ശീമക്കൊന്നയുടെ ഇല ഇങ്ങനെ ഏറ്റവും നല്ലൊരു വളമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ജൈവവളം നമ്മളിപ്പം ഒരു തൈ നട്ടിട്ട് അന്നേരം തന്നെ അതിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ തൈ പിടിച്ചു വരുമ്പോഴത്തേനും ജൈവവളമൊക്കെ കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തഴച്ച് വളരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരല്പം യൂറിയ, അതായത് ഒരു മാസത്തേക്ക് ഒരു നുള്ളി യൂറിയ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തൈകൾക്ക് നല്ല വലുപ്പവും നല്ല കളറും അതുപോലെ തന്നെ നന്നായിട്ട് തൈകൾ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലകളുടെയൊക്കെ മുകൾ ഭാഗത്തേക്ക് അല്പം കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ കമ്പോസ്റ്റും മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് ഇത്. അത് മുകളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് നമുക്ക്. അതിനുശേഷം നമ്മൾ ഒരു തൈ ഇതിൽ നിന്ന് പറിച്ചെടുക്കുക. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള തൈ വേണം നമ്മൾ തൈകൾ നടുമ്പോൾ വെക്കാൻ വേണ്ടി. അപ്പോൾ അത് നല്ലൊരു തൈ ഇതിൻ്റെ നമ്മൾ നട്ടു കൊടുക്കുമ്പം ഇതിൻ്റെ അടിഭാഗത്തെ 1-2 ഇലകളൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അടത്തി മാറ്റിയതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇല ചീഞ്ഞ് അത് ഫംഗസ് അതിൻ്റെ അകത്ത് പെടാതെ നമുക്ക് സൂക്ഷിക്കാം. അതായത് അല്ലെങ്കിൽ ഇത് നമ്മൾ മണ്ണുമായിട്ട് ഈ ഇലകൾ അങ്ങ് അടുത്ത് വരുമ്പോഴത്തേനും പെട്ടെന്നൊന്ന് പിടിച്ച് വരേണ്ട കാലതാമസം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ നാശമായി പോകും, അല്ലെങ്കിൽ ആ ചീച്ചിൽ അതിൻ്റെ തണ്ടയിലോട്ടും കൂടെ വരും. അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ 1-2 ഇലകളൊക്കെ അങ്ങ് മാറ്റിയിട്ട് നട്ടു കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ നമുക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അവിടെ ഇട്ടേക്കാം. ഇനി ഇത് തണലത്തേക്ക് വെച്ച് 1-2 ആഴ്ച കഴിയുമ്പം ഇത് എടുത്ത് മാറ്റി നമ്മൾ ചെറിയൊരു ഷെയ്ഡിലേക്ക് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് തൈകൾ വണ്ണം വെക്കാനും തൈകൾ ഉണ്ടാവാനും പറ്റുന്ന നല്ലൊരു ടിപ്പുണ്ട്. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ കുമ്മായം ഉണ്ടെങ്കിൽ ഒരല്പം കുമ്മായം ഇതിൻ്റെ ചുവട്ടിലൊന്ന് വിതറിയിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ബൈ.